ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാക്ക് ആൻഡ് പ്രപ്പ് വിത്ത് മീ പോലെയാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ബട്ട് ഫുൾ പാക്കിംഗ് ആയിപ്പോയി. പ്രപ്പിങ് അത്ര ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഫോണിൽ ചാർജ് ആ സമയപ്പോൾ തീർന്നു. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ കുറച്ച് സ്പീഡിനെല്ലാം ചെയ്യണം എന്നുള്ളതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളും ഡ്രസ്സസൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കപ്പോൾ അത് ബാഗിലോട്ട് എടുത്ത് വെക്കാൻ വേണ്ടി ഈസി ആയിരിക്കുമല്ലോ. ഇതാണ് നിങ്ങൾക്ക് നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. ഈ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് നമ്മൾ ചെയ്യുന്നത് പോലെ ലൈക്ക് ആ ഒരു പ്രോസസ്സ് ഞാൻ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഉടുപ്പ്, അതിന് മാച്ചിങ് ബാഗ്, ചെരുപ്പിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷോർട്സും ഫുൾ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർ പോയി കണ്ടുനോക്കുക. ഓരോ പ്രൊഡക്റ്റിൻ്റെയും, ആ ചെരുപ്പിൻ്റെ ആയാലും ബാഗിൻ്റെ ആയാലും ഒക്കെ ഡ്രസ്സിൻ്റെ ആയാലും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ദെൻ ഞാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഹാൻഡ് ബാഗ് ആയിട്ടൊന്നും എടുക്കും. ലൈക്ക് സാനിറ്റൈസേഴ്സ്, പിന്നെന്താ ഫോൺ, ചാർജർ, അതൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഒരു പൗച്ചിൽ സ്കിൻ കെയർ, 2 പൗച്ചിൽ മേക്കപ്പ് ആൻഡ് മിസ്ലേനിയസ് തിങ്സ് പോലത്തെ കുറച്ച് സാധനങ്ങളുണ്ടാവുമല്ലോ, ഈ ചീപ്പ് സ്ലൈഡ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. മേക്കപ്പ് തികയാത്തത് കുറച്ച് അതിലും കൂടെ, അങ്ങനെ 3 പൗച്ചസ്. പിന്നെ ബെഡ്ഷീറ്റ്, പില്ലോ അല്ലല്ലോ, എന്താ പറയുക, ടോവൽ, പിന്നെ ഇടേണ്ട ഡ്രസ്സ്, ലോഞ്ചറീസ്, അങ്ങനെയെല്ലാം നമ്മൾ എടുത്ത് വെക്കും. ലോഞ്ച് വൈസ് എല്ലാം നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ 2 ഔട്ട്ഫിറ്റാണ് ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. കാരണം നമ്മൾ 2 ദിവസമാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഇന്ന് നൈറ്റ് 12:20 നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ 7:30 എത്തും. അന്നത്തെ ഡേയിൽ ഒരു ഔട്ട്ഫിറ്റ്, ദെൻ പിറ്റേന്ന് അടുത്ത ഔട്ട്ഫിറ്റ്, അങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. സോ ഇതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ലഗേജുള്ള എനിക്കാണ്. ബാക്കി ആർക്കും ഇല്ല ഇത്ര ലഗേജ്. പക്ഷേ എന്നിട്ടും എനിക്ക് സ്പേസ് തികയുന്നില്ല എന്നുള്ളതാണ് സത്യം. അമ്മയും അനിയനും കൂടെ ഒരു ബാഗേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ കൂടെ പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും ബാഗ് വളരെ കുറവാണ്. ഫുഡ് ഐറ്റംസ് നമ്മൾ ഒരു ബാഗ് എടുത്തിട്ടുണ്ടാവും. അത് അവിടെ നിന്ന് കുറേ വാങ്ങിക്കും, നമ്മൾ ഇവിടെ നിന്ന് കുറച്ചൊക്കെ കഴിക്കാൻ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ. പക്ഷേ ഏറ്റവും ലഗേജ് എനിക്കാണ്. പക്ഷേ എനിക്കങ്ങനെ അത് ഞാൻ തന്നെയാണ് എൻ്റെ ലഗേജെല്ലാം എടുക്കണം. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അമ്മമ്മ വഴക്കുറേ, ഇത്ര ലഗേജ് മുതുവിന് ഭയങ്കര വേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ ചെരുപ്പും ഞാൻ ഫസ്റ്റ് ആ ചെരുപ്പിൻ്റെ ആ ബോക്സോടെ വെച്ചു. പിന്നെ എനിക്ക് ഒട്ടും സ്പേസ് ഇല്ല. പിന്നെ ഞാനത് എടുത്തിട്ട് കവറിൽ റാപ്പ് ചെയ്തിട്ട് വെച്ചു. ഇപ്പം എന്തൊക്കെയൊക്കെയോ വെച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് പിന്നെ ബാഗ് ഉള്ളത് എവിടെയൊക്കെയാണോ സ്പേസ് ഉള്ളത് അവിടെ. ഞാൻ ഭയങ്കര ഓർഗനൈസ് ചെയ്ത് പാക്ക് ചെയ്യുന്ന ആളല്ല. എനിക്ക് ബാഗ് ഭയങ്കര വീർത്തിരിക്കരുത്, അതാണ് എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് പാക്ക് ചെയ്യുക. എന്നാലും അത്യാവശ്യം വലുതായിട്ട് തന്നെ ബാഗ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ ബ്ലോഡായ ബ്രഷും സ്ട്രെയിറ്റ്നറും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് യൂസ് ചെയ്തു, അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അതില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ മേക്കപ്പിൽ ഫൗണ്ടേഷൻ തോന്നിട്ട് പ്രൈമർ മുതൽ എല്ലാം എടുത്ത് വെച്ചു. ഇതിൽ ഞാൻ ആകെ യൂസ് ചെയ്തത് കൺസീലർ മാത്രമാണ്. ഞാൻ പോയിട്ട് വന്നിട്ടാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ദാറ്റ് അപ്പം അങ്ങനെ. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള മാത്രം പാക്ക് ചെയ്യും, എന്നെ പോലെ വലിച്ചേരി പാക്ക് ചെയ്യാണ്ട്. പിന്നെ ഇപ്പം എടുത്തിട്ട് മാറിയ പിങ്ക് ഡ്രസ്സ് ഞാൻ ട്രെയിനിലിടാമെന്ന് വിചാരിച്ചിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ അതാണ് ഞാൻ എടുത്ത് മാറ്റിയത്. ആൻഡ് പിന്നെ ഈ ബാഗിൽ വെക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും പവർ ബാങ്കും ട്രൈപ്പോഡൊക്കെ അതിനകത്ത് വെക്കാനുള്ളതാണ്. ദെൻ ഈ ഒരു പൗച്ചിൽ നമ്മൾ സ്കിൻ കെയർ, അതായത് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഹെയർ സിറം, ലിപ് ബാം. സൺസ്ക്രീനൊക്കെ ഞാനൊരു ചെറുതെടുത്തു. മൊത്തത്തിൽ 4 സൺസ്ക്രീനൊന്നും ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നുവെച്ചാൽ ബോഡിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, റീഅപ്ലൈ ചെയ്യാൻ വേണ്ടി, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചുമ്മാ ഒരാവശ്യമില്ല, നമ്മൾ എന്തെങ്കിലും ഒരു വഴിക്ക് പോകില്ലേ എന്നുള്ള രീതിയിൽ. പിന്നെ മേക്കപ്പ്, അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എടുത്തിട്ട് പോയ ലിപ്സ്റ്റിക്കാണ്. എന്നിട്ട് ഞാൻ അവിടെ പോയി യൂസ് ചെയ്ത് വെറും 2 ലിപ്സ്റ്റിക്ക്. എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ പോണ സ്ഥലത്തൊക്കെ എൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് അത്രയും ഹാപ്പിയാണ്. പക്ഷേ അത് യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എനിക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുപോകണം. അത് എൻ്റെ ഒരു സ്വഭാവമാണ്. മേ ബി അത് മാറുമായിരിക്കും. കണ്ടോ, എത്ര ലിപ്സ്റ്റിക് ഉണ്ടെന്ന് ഞാൻ എണ്ണിയത് പോലില്ല. കുറേ കൈ കിട്ടിയതൊക്കെ എന്തൊക്കെയാണ് എടുത്തിട്ടു. ലിപ് ഗ്ലോസ്, ലിപ് ബാം, ലിപ്പ് ഓയിൽ ഒന്നും കുറച്ചിട്ടില്ല, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്ലഷ് ആയാലും കോമ്പാക്റ്റ്, ലൂസ് പൗഡർ, പിന്നെ കൺസീലർ ഞാൻ എൻ്റെ ഷെയ്ഡിലുള്ള 2 കൺസീലർ, ഹൈലൈറ്റ് ഷെയ്ഡ് ഒരു കൺസീലർ. എന്നിട്ട് ഞാൻ ആകെ യൂസ് ചെയ്ത് ഒരു കൺസീലർ. ആൻഡ് പിന്നെ ഐലൈനർ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം എടുത്തു. കണ്ണ് കുഞ്ഞായതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നേ കറക്റ്റായിട്ട് നോക്കി വരച്ചിട്ട് പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ വരയ്ക്കണം എന്ന് പറഞ്ഞ് പോയിട്ട് അതൊന്നും അവിടെ പോയിട്ട് നടന്നില്ല. എല്ലാം നേരം ഓപ്പോസിറ്റാണ് നടന്നത്. പിന്നെ എന്തിനാണ് ഇതൊക്കെ കൊണ്ടുപോയത് എന്നുള്ളത് പോലെ ആയിപ്പോയി. കുഴപ്പമില്ല. മസ്കാര ആൻഡ് ഐബ്രോ പാലറ്റ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. സോ മേക്കപ്പിൽ ഞാൻ ഇത്രയും സാധനങ്ങളാണ്. ഈ പൗച്ചൊന്നും ഓർമ്മ ഉണ്ടാവും, ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ച പൗച്ചാണ്. കഴിഞ്ഞതോ അതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മിസ്ലേനിയസ് ഡ്രോ. ഇതിൽ മേക്കപ്പ് ബ്രഷസ്, പെർഫ്യൂം, പിന്നെ അതിൽ കൊള്ളാത്ത സംഭവങ്ങൾ, അതായത് ഐ ഷാഡോ പാലറ്റ്, പിന്നെന്താ ഫൗണ്ടേഷൻ, സെറ്റിംഗ് സ്പ്രേ, പ്രൈമർ,
ഇങ്ങനത്തെ സാധനങ്ങൾ, പൊട്ട്, ചീപ്പ്. അപ്പം ഇത് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ് കൊണ്ടുപോയത്. പക്ഷെ അത് ഗ്ലാസ് ബോട്ടിലായിട്ട് പൊട്ടുമെന്ന് എനിക്ക് പേടിയുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഒരു സിപ്പ് ലോക്കിലിട്ട് കവർ ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ ആദ്യം ഐലാഷൊക്കെ എടുത്ത് വെച്ചു. പിന്നെ എനിക്കറിയാം ഞാൻ ഇതൊന്നും ഇടത്തില്ല. പിന്നെ ഞാൻ ഐലാഷൊക്കെ എടുത്ത് മാറ്റി. ചുമ്മാ എന്തിനാണ്, ഇവിടെ മസ്കാര ഇടാൻ തന്നെ ഞാൻ ഒരു ദിവസം മറന്നു. പിന്നെയാണ് ഞാൻ ഐലാഷ്. പിന്നെ എനിക്ക് ഇടേണ്ട 2 ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ടുള്ള ഇയറിങ് അതാണ് എടുത്ത് വെക്കുന്നത്. ഇത് സംഭവം ഞാൻ ഈ ബോക്സിൽ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ ബോക്സിൽ വേറെ കുറച്ച് ഞാൻ ഇയറിങ്സ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റിയിട്ട് ഞാൻ കൊണ്ടുപോകുന്ന ഇയറിങ്സ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് വെച്ചു. ഈ ഒരു വൈറ്റാണ് ഓറഞ്ച് ഡ്രസ്സിൻ്റെ കൂടെ ഇടുന്നത്. ആൻഡ് ഈ ഇയറിങ്സ് ഇപ്പോൾ കാണിച്ച കമ്മൽ ഓർമ്മയുണ്ടോ? അത് നമ്മൾ ലാസ്റ്റ് ടൈം എൻ്റെ ലാസ്റ്റത്തെ വ്ളോഗിൽ, ഇതിന് മുന്നത്തെ വ്ളോഗിൽ കണ്ടാൽ മനസ്സിലാവും അത് എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടില്ലേന്ന്. ഓക്കെ, അപ്പോൾ ഓരോ വ്ളോഗും ഓരോന്ന് കണക്റ്റഡാണ് സത്യം പറഞ്ഞാൽ. യെസ്, അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ്, ലാസ്റ്റ് മിനിറ്റ് നമ്മൾ പോകുമ്പോൾ സ്നാക്സൊക്കെ വാങ്ങാൻ വേണ്ടി പോകുമല്ലോ, അതിന് ഷോപ്പിങ്ങിന് പോയി. നല്ല ഐശ്വര്യം ആയതുകൊണ്ട് പെട്രോൾ തീർന്നു, ഞങ്ങൾ വഴിയിലായി. പിന്നെ പെട്രോൾ പമ്പ് തൊട്ടടുത്തായതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോഴും ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു. അത് ഞാൻ കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ ഈ ഒരു ഷേവ് ചെയ്യുന്ന സംഭവം, നമ്മൾ കയ്യിലൊക്കെ ഹെയറൊക്കെ കളഞ്ഞിട്ട് വൃത്തിയായിട്ട് പോകാമല്ലോ എന്ന് ഓർത്തിട്ട് അതൊക്കെ വാങ്ങിച്ചു. ഞാനങ്ങനെ എപ്പോഴും ഷേവ് ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല, ബട്ട് എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഷേവ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പിന്നെ നമ്മൾ പേസ്റ്റ്, ബ്രഷ്, സോപ്പ് ഇതെല്ലാം പുതിയത് വാങ്ങുമല്ലോ, അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പാസ്ത, ഇത് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചതല്ല, എനിക്കിവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ബിക്കോസ് എനിക്കത് അത്ര ഇഷ്ടമാണ്, എൻ്റെ വ്ളോഗ്സ് കാണുന്നവർക്കറിയാം. പിന്നെ ഇതെന്താ, ജെല്ലി മെൽസ്. ഈ സാധനവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, അനിയനും ഇഷ്ടമാണ്. പക്ഷെ അവനിപ്പം അങ്ങനെ ഷുഗർ കഴിക്കാറില്ല, ഞാനും അവനെ കഴിക്കാറില്ല. പക്ഷെ ചില സമയത്ത് എനിക്ക് കൺട്രോൾ പോകും, പക്ഷെ അവന് ഭയങ്കര കൺട്രോളാണ്, അവൻ കഴിക്കാറില്ല. പിന്നെ ലേസ്, പിന്നെന്താ ഇങ്ങനത്തെ കുഞ്ഞ് ബിസ്ക്കറ്റ്, ഇതാകുമ്പോൾ നമുക്ക് പൊട്ടിച്ചിട്ട് അപ്പം തന്നെ തിന്നിട്ട് എടുത്ത് വെക്കാം. അല്ലെങ്കിൽ വലുത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ചിട്ട് പിന്നെ കെട്ടിയൊക്കെ വയ്ക്കണം. പിന്നെ പിന്നെ ഈ ഒരു ഹെയർ റിമൂവൽ ക്രീം, അതല്ലേ സംഭവം, അതൊന്ന് ട്രൈ ചെയ്യാറുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചു, വീറ്റിൻ്റെ. അത് കഴിഞ്ഞ് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു, ഡാസ്ലറിൻ്റെ ആണ്. ഇതെനിക്ക് ഇതിൻ്റെ സെയിം ഓൾറെഡി ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, അതല്ലാണ്ട് ഞാൻ ഒന്നുകൂടെ വാങ്ങിച്ചു. ആ വൈറലായ ഷെയ്ഡ് എൻ്റെ കയ്യിലില്ല, അതല്ലാണ്ട് വേറെ 2 ഷെയ്ഡാണെന്ന് തോന്നുന്നു. ഓക്കെ, അതിൻ്റെ ഷെയ്ഡ് ഞാൻ ഇതിലിട്ടിട്ടില്ല, ഡീറ്റെയിൽഡായിട്ട് വേണമെങ്കിൽ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തേക്കാം. എനിക്ക് ചെറിയ ജലദോഷം പോലെ ഉണ്ട്, അതിൻ്റെ സൗണ്ടിൽ കാണാം. അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചു. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നല്ല ഫേസ് മാസ്ക് ഒക്കെ ഇട്ട്, ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് നന്നായിട്ട് പോയി കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് നന്നായിട്ട് പോയി കുളിച്ചു. ഈ സംഭവം ഞാൻ മിനീസോന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾ എന്നെ ചിലപ്പോൾ മിനീസോ ഓൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, നേരത്തെ കാണിച്ചത്. അത് എന്ന് വെച്ചാൽ ഓയിൽ അബ്സോർബിങ് ഷീറ്റാണ്. ഓയിലി സ്കിൻകാർക്ക് ഞാൻ നല്ലതായിട്ട് റെക്കമെൻഡ് ചെയ്യും. അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഓയിലെല്ലാം ഇങ്ങനെ വലിച്ചെടുക്കും, സംഭവം നല്ലത്. പക്ഷേ എന്നെക്കാട്ടിലും കൂടുതൽ അമ്മയ്ക്കാണ് വർക്കാവുക, ബിക്കോസ് അമ്മയുടെ ഫേസ് ഭയങ്കര ഓയിലിയാണ്. എൻ്റെ കുഴപ്പമില്ല, ഞാനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് കൊണ്ട് വലിയ ഓയിൽനെസ് ഇല്ല. പക്ഷേ അമ്മ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. അത് കഴിഞ്ഞ് ഞാൻ ഓർത്ത് നോക്കി ഷീറ്റ് മാസ്ക് വെക്കാം. ഞങ്ങൾ കുടുംബത്തോടെ ഷീറ്റ് മാസ്ക് വെച്ചു. ഞാൻ വഴിയെപ്പോടെ എല്ലാവരും പിടിച്ച് ഷീറ്റ് മാസ്ക് വെപ്പിച്ചു, പക്ഷെ അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇത് ഗാർണിയറിൻ്റെ, ഞാനാണ് ഫസ്റ്റ് ഷീറ്റ് മാസ്ക് വയ്ക്കണത്. അപ്പോൾ ഇങ്ങനെ അതുവഴി എൻ്റെ അനിയൻ പോയപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഷീറ്റ് മാസ്ക് വെച്ച് തരട്ടെ, അങ്ങനെ ഞാൻ അവന് വെച്ച് കൊടുത്തു. അമ്മ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വെക്കണമെന്ന്, അങ്ങനെ ഞങ്ങളെല്ലാവരും വെച്ചു. അപ്പോൾ ഷീറ്റ് മാസ്ക് വയ്ക്കുമ്പോൾ എൻ്റെ മുഖം ഒരുമാതിരി ഉണ്ടാവും, പേടിക്കണ്ട. ഇത് വെക്കാൻ കുറച്ച് പാടാണ്, അതിങ്ങനെ ഓപ്പൺ ചെയ്തെടുത്ത് അങ്ങനെയൊക്കെ. എന്നിട്ട് നമ്മൾ ബാക്കി പറഞ്ഞത് ഓഫ്കോഴ്സ് നമ്മൾ അതിനകത്തുള്ളതൊക്കെ ഉച്ചിട്ട് കയ്യിലും കഴുത്തിലും ഒക്കെ തേക്കുമല്ലോ, അതാണ് അതിൻ്റെ ഒരു നടപടി. അപ്പോൾ ഞാൻ ഹെയറൊക്കെ റിമൂവ് ചെയ്ത് ബോഡിയിലും നല്ല സ്ക്രബൊക്കെ ചെയ്ത് ഫേസ് പാക്കൊക്കെ ഇട്ട് നന്നായിട്ടൊരു 1.5 മണിക്കൂർ എടുത്തിട്ട് ഞാനങ്ങ് കുളിച്ചു. എന്നിട്ട് ഞാൻ ഓർത്ത് നോക്കി നെയിൽസ് വെക്കാം എന്നോർത്തിട്ട് ഞാൻ നെയിൽസ് വെക്കാൻ വേണ്ടിയിരുന്നു. ഞാനൊരു ഗ്ലൂ സ്റ്റിക്കറാണ് നെയിൽസ് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. സോ നെയിൽ പോളിഷ് 2 വെസ്സായിട്ടതും 1 സ്റ്റുഡിയോയുടേതാണ്. അപ്പോൾ ഇതിൽ 3 ഏതിടണം എന്ന് ആലോചിച്ചിട്ട് ഞാൻ നോക്കി വൈറ്റ് ഇടാൻ ആലോചിച്ചു. കാരണം ഞാൻ മെയിനായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഔട്ട്ഫിറ്റ് ഓറഞ്ച് ആണല്ലോ, അപ്പോൾ അതിൽ ഞാൻ എല്ലാം വൈറ്റാണ് മാച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ വൈറ്റ് നെയിൽ പോളിഷ് തന്നെ ഇടാം എന്ന് ഓർത്തിട്ട് അതിട്ടു. എന്നിട്ട് ഞാൻ അതിന് മുന്നേ ഷീറ്റ് മാസ്കൊക്കെ മാറ്റി അത് ഫുള്ളൊന്ന് ഫേസിലോട്ട് മസാജ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ പോയി കയ്യിൽ നെയിൽസ് വെച്ചു. നെയിൽ പോളിഷ് ഞാൻ ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇന്ന് ഞാൻ പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ കയ്യിലെ നെയിൽസ് മാറ്റി, ബിക്കോസ് എന്ന് വെച്ചാൽ അത്ര കംഫർട്ടബിൾ ആണ്. ഞാൻ നല്ല ലോങ് നെയിൽസ് വെക്കുന്നത്, കംഫർട്ടബിൾ സെൻസിലേക്ക് 3 ദിവസം അത് ഇരിക്കുമെന്ന് എനിക്ക് ഡൗട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് റിമൂവ് ആക്കിയിട്ട് ഞാൻ വൈറ്റ് നെയിൽ പോളിഷിന് അപ്ലൈ ചെയ്തു. ദെൻ ഞാൻ ഈ സ്റ്റുഡിയോന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ കഴിഞ്ഞ വ്ളോഗിൽ, ആ കമ്മലിങ്ങനെ ഇട്ട് പരീക്ഷിച്ച് നോക്കി ഏതൊക്കെ വേണമെന്ന്. അങ്ങനെ ഞാൻ എല്ലാം മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഇതിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടിട്ടു. 2 ചെവിയിൽ 2ആയിട്ടാണ് കിടക്കണം. ഇപ്പോഴും ഞാനതങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ
അങ്ങനെയല്ല, ഇപ്പോൾ പുതിയ ട്രെൻഡാണ്, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഇതാക്കാം, 2 ജെല്ലി 2 പോലെ. എന്നിട്ട് ഞാൻ നേരത്തെ കണ്ട ആ ഒരു ജെല്ലി മെൽസ് കഴിച്ചു. എനിക്ക് നല്ല ജലദോഷമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. അതുകൊണ്ട് സൗണ്ടൊക്കെ ഒരുമാതിരി, മൂക്കും ഒക്കെ ഭയങ്കരമായിട്ട് അടയുന്നു. ഓക്കെ, ദെൻ ലാസ്റ്റ് മിനിറ്റ് ഞാൻ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി പാസ്ത ഉണ്ടാക്കി. ബിക്കോസ് എനിക്ക് വിശക്കണുണ്ടായിരുന്നു. ചോറ് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞൊരു 3-4 മണിയൊക്കെ ആയപ്പോൾ പോയി പാസ്ത ഉണ്ടാക്കിയിട്ട് കഴിച്ചു. ദെൻ അത് കഴിഞ്ഞ് എൻ്റെ കസിൻ്റെ മോളുണ്ടായിരുന്നു, അവൾ ചിലപ്പോൾ സൈഡിൽ കാണാൻ പറ്റും. എന്നിട്ട് ഞാൻ പോയിട്ട് മേക്കപ്പ് ചെയ്ത് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ബിക്കോസ് നമ്മൾ പോണതിന് മുന്നേ അമ്പലത്തിലൊക്കെ ഒന്ന് പോകാമെന്ന് ഓർത്തിട്ട് റെഡിയായി. ഞാൻ അധികം ഷൂട്ട് ചെയ്തിട്ടില്ല, ബിക്കോസ് ആ ഒരു സമയം ഒരു 6-6:30 ആയതുകൊണ്ട് വെട്ടമില്ലാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്തില്ല. ദെൻ ട്രാവലിങ്ങും ബാക്കി ഗ്ലിംസസ് എല്ലാം കൂടെ ചേർത്തിട്ട് എനിക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പോയിട്ട് വന്നിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ അടുത്തൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്, സോ അത് കണ്ടു നോക്കുക. So yeah, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. Hope you like this video. Please don't forget to like, share and subscribe to my channel and see you on my next video. Tata, bye bye, see you, take care.